എനിക്കാകെയുള്ള ശത്രുവാണ് കേട്ടോ. ഒന്ന് തീയ്, ഒന്ന് സൂര്യൻ. രാവിലെ സൂര്യനുമായിട്ട് മല്ലിട്ട് അപ്പൻ്റെ അടുത്തേക്കാണേ. രാവിലെ കാപ്പിക്ക് എന്നാ അപ്പാന്ന് ചോദിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ വരുമ്പത്തേന് നീ എന്തെങ്കിലും അവിടെ ഉണ്ടാക്കി വെച്ചാൽ മതി എന്നായിരുന്നു അപ്പൻ്റെ വാദം. നൈസായിട്ട് എനിക്ക് അടിച്ചു തന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും എന്ത് പറഞ്ഞാലും ആ ചെവിക്കൂടെ കേട്ട് ഈ ചെവിക്കൂടെ കളയുന്നത് പണ്ടേ ശീലമായതുകൊണ്ട് അതൊന്നും നമുക്ക് വലിയ പുത്തിരിയല്ലല്ലോ അല്ലേ. അപ്പൻ്റെ വായിന്ന് കേട്ട് ആവശ്യത്തിന് വയറ് നിറഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് പാത്രത്തിൽ ഇച്ചിരി ചോറുണ്ടായിരുന്നു. ചോറെടുത്ത് മാറ്റി കലം കഴുകി അടുത്ത ശത്രുവായ തീയുടെ അടുത്തേക്കാണ് കേട്ടോ. ഞാനും തീയും ഒരിക്കലും നേരി കണ്ട കൂട്ടിമുട്ടാത്ത തരത്തിലുള്ള അവസ്ഥയാണ് കേട്ടോ. എന്നെ കണ്ടു പയ്യെ മിന്നി മിന്നി കത്തണോ വേണ്ട കത്തണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ. എൻ്റെ സങ്കടം കണ്ടിട്ടാന്ന് തോന്നുന്നു ഇന്ന് എനിക്ക് കത്തിച്ചു തന്നു കേട്ടോ. ഒത്തിരി റിസ്ക് എടുക്കാനുള്ള സമയം എനിക്ക് തന്നില്ല. അതെല്ലാം കഴിഞ്ഞ് ഒന്ന് രണ്ട് പാത്രം എല്ലാം കഴുകാനുണ്ടായിരുന്നു. പാത്രമെല്ലാം കഴുകി കഴിഞ്ഞ് അരി ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തത് പുക കൊണ്ട് അഭിഷേകം ചെയ്യാൻ. ഇതാണ് ഞാൻ പറഞ്ഞ തീ എനിക്ക് ശത്രുവെന്ന്. ഒരു തരത്തിലും കരയാതെ ഞാൻ അവിടുന്ന് പോയ ചരിത്രമില്ല കേട്ടോ. അച്ചിലെല്ലാം മതിയാക്കി ഞാൻ പോയത് പണി തീരാത്ത ഉടുപ്പ് തേടിയാട്ടോ. കാരണം പണിപ്പുരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേ ഇതുവരെ എനിക്ക് കംപ്ലീറ്റ് അത് തീർക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും എന്നെ കറണ്ട് പറ്റിച്ചു. കറണ്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് മാത്രം വെറുതെ ആയിട്ടോ. കറണ്ടിൻ്റെ ഭാഗം നോക്കിയിരുന്നോ ഇപ്പം ഞാൻ വരാം എന്നുള്ള മട്ടായിരുന്നു. വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോട്ടോ.